നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. തംബ്നെയിലിൽ കണ്ട പോലെ തേങ്ങാവെള്ളം വൈകിട്ട് 6 മണിക്ക് ശേഷം കുടിച്ചാൽ പിതാവിന് മരണം, രാത്രിയിൽ നഖം വെട്ടിയാൽ മാതാവിന് മരണം, കട്ടിലിരുന്ന് കാൽ ആട്ടിയാൽ കടം കയറി മുടിയും എന്നൊക്കെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് തേങ്ങാവെള്ളം വൈകുന്നേരം 6 മണിക്ക് ശേഷം കുടിച്ചാൽ പിതാവ് മരിച്ചു പോകും എന്ന് കുട്ടികളോട് പണ്ടത്തെ കാരണവന്മാർ പറയുന്നത് അല്ല, നമ്മളോട് പറഞ്ഞത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിരിക്കും. അതിന് ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അവർ എങ്ങനെ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കാരണം ഇതാണ്. പണ്ട് കാലത്ത് വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോകും, കുട്ടികൾ മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. അവർ വൈകുന്നേരമായിരിക്കും തിരികെ വരുന്നത്. അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് വൈകുന്നേരമാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു തേങ്ങ കിട്ടിയാൽ ഏകദേശം 6 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഈ തേങ്ങ പൊട്ടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് കുട്ടികളെത്തും. അപ്പോഴാണ് ഈ കാരണവന്മാർ ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ കാരണം വളരെ പണ്ട് കാലത്ത് ആശുപത്രികളൊക്കെ വളരെ വിരളമായിരുന്നു. നാട്ടുവൈദ്യന്മാരും മറ്റും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വളരെ ദൂരത്തൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലെ പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഒരു ആശുപത്രിയിൽ ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് രാത്രി എന്ന് പറയുന്ന ഒരു സമയത്ത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തേങ്ങാവെള്ളം കുട്ടികൾ കുടിച്ചിട്ട് രാത്രിയിൽ ദഹനക്കേടോ മറ്റോ ഉണ്ടായാൽ ആശുപത്രിയിലേക്ക് പോക്ക് അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുഞ്ഞുമക്കളെ അടക്കിയിരുത്താൻ കാരണവന്മാർ കണ്ടുപിടിച്ച ഒരു സൂത്രം മാത്രമാണ് ഇത്. അല്ലാതെ തേങ്ങാവെള്ളം രാത്രിയിൽ കുടിച്ചു എന്ന് കരുതി ആരും മരിച്ചു പോവുകയൊന്നുമില്ല. ഇത് തന്നെയാണ് നഖം വെട്ടുന്ന കാര്യത്തിലും. അബദ്ധവശാൽ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞാൽ ആശുപത്രിയിലേക്കോ ഒന്നും പോകാനുള്ള ഒരു സാഹചര്യം രാത്രിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ച് വെച്ചിരുന്നത്. ഇനി അടുത്തത് കട്ടിലിരുന്ന് കാലാട്ടുന്നതിനെ കുറിച്ചാണ്. പണ്ടുള്ള വീടുകളൊക്കെ കൂടുതലും ഓലപ്പുരകളായിരുന്നു. കൂടാതെ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ഒരു പെട്ടിയിലോ തുണിയിലോ ഒക്കെ പൊതിഞ്ഞ് കട്ടിലിനടിയിലേക്ക് തള്ളി വെക്കുന്നതും ഒരു പതിവായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊന്നും കറണ്ട് ഒന്നും ഇല്ലായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചമായിരുന്നു എല്ലാ വീടുകളിലും. അപ്പോൾ ഈ കുട്ടികളൊക്കെ കട്ടിലിൽ കയറിയിരുന്ന് കാലിങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന വിളക്ക് മറിഞ്ഞ് ഒന്നെങ്കിൽ കുടിൽ തന്നെ കത്തി നശിക്കാം, അല്ലെങ്കിൽ കട്ടിലിനടിയിരിക്കുന്ന സാധനങ്ങൾ കത്തി നശിക്കാം. ഒന്നുമല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം മറിഞ്ഞ് തറയിൽ വീണ് നാശമാകാം. ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും സൂത്രപ്പണികളിലൂടെ പറഞ്ഞാൽ മാത്രമേ അവർ അത് ചെയ്യാതിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നമ്മുടെ കാരണവന്മാരുടെ ബുദ്ധി അപാരം തന്നെ. ഇനിയും ഇതുപോലുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.